ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കേരള ഹൈക്കോടതിയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ ഒഴിവുകളിലോട്ട് PSC വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. റിക്രൂട്ട്മെൻറ്റ് 14/2024, 15/2024 നമ്പറുകളിലായിട്ടാണ് വിജ്ഞാപനം ചെയ്തത്. വിശദമായ വിവരങ്ങളിലോട്ട് കടക്കാം. കേരള ഹൈക്കോടതിയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഗ്രേഡ് 2 തസ്തികയിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നിലവിൽ 12 ഒഴിവുകളുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 14/2024, 15/2024 റിക്രൂട്ട്മെൻറ്റ് നമ്പറുകളിലേക്കാണ് വിജ്ഞാപനം. ഇതിൽ 14/2024 നമ്പർ മുസ്ലിം വിഭാഗങ്ങൾക്കുള്ള NCAയിൽ ഒരു ഒഴിവ് വിജ്ഞാപനവും, 15/2024 റെഗുലർ നിയമനം, അതിൽ 11 ഒഴിവാണ് ഇപ്പോൾ ഉള്ളത്. 15/2024 പ്രകാരമുള്ള റെഗുലർ നിയമനത്തിൻ്റെ റാങ്ക് ലിസ്റ്റ് കാലാവധി 2 വർഷമാണ്. ഇനി ഇതിൻ്റെ ശമ്പളം നോക്കുകയാണെങ്കിൽ 27,900 മുതൽ 63,700 രൂപ വരെയാണ്. യോഗ്യത പറയുന്നത് +2 അല്ലെങ്കിൽ അതിന് തത്തുല്യമായതോ, ടൈപ്പ് റൈറ്റിങ്ങിൽ ഇംഗ്ലീഷ് KGTE ഹയർ, കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് തത്തുല്യ സർട്ടിഫിക്കറ്റ് അഭികാമ്യം എന്ന് പറയുന്നുണ്ട്. പ്രായം 2/1/1988 1/1/2006 ഈ 2 തീയതികളും ഉൾപ്പെടെ ഇതിനിടയിൽ ജനിച്ചവരായിരിക്കണം. സംവരണ വിഭാഗങ്ങൾക്ക് പ്രായത്തിൽ നിയമാനുസൃത ഇളവ് ലഭിക്കുന്നുണ്ട്. ഇനി തിരഞ്ഞെടുപ്പിൻ്റെ രീതി ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള പരീക്ഷയുടെയും ടൈപ്പിംഗ് ടെസ്റ്റിൻ്റെയും അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. OMR പരീക്ഷയിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം 50 മാർക്കിന് ചോദ്യങ്ങൾ വരാം. ജനറൽ നോളജും കറണ്ട് അഫയേഴ്സിനും 30 മാർക്ക്, ജനറൽ ഇംഗ്ലീഷിന് 20 മാർക്ക് എന്നിവയിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാകും. പരീക്ഷയ്ക്ക് 75 മിനിറ്റാണ് സമയം അനുവദിച്ചിട്ടുള്ളത്. ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടാകും. ടൈപ്പിംഗ് വേഗവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും പരിശോധിക്കും. എറണാകുളത്തായിരിക്കും എഴുത്തു പരീക്ഷയും ടൈപ്പിംഗ് ടെസ്റ്റും നടക്കുക. അപേക്ഷാ ഫീസ് 500 രൂപയാണ്. എന്നാൽ SC/ST, തൊഴിൽ രഹിതരായ ഭിന്നശേഷി വിഭാഗക്കാർ എന്നിവർക്ക് ഫീസില്ല. എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. ഇനി കേരള ഹൈക്കോടതിയുടെ വെബ്സൈറ്റ് വഴി 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷയിൽ റിക്രൂട്ട്മെൻറ്റ് നമ്പർ വ്യക്തമാക്കണം. അപേക്ഷിക്കേണ്ട അവസാന തീയതിയെ പറ്റി നോക്കാം. ഇനി 2025 ജനുവരി 6 ഫീസ് ഓൺലൈനായി ജനുവരി 6 വരെ നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റും. ഇനി ഓഫ്ലൈനായി ജനുവരി 9 മുതൽ 15 വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം. വിജ്ഞാപനം സംബന്ധിച്ച വിശദ വിവരങ്ങൾക്കും മറ്റും റിക്രൂട്ട്മെൻറ്റിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കാം. വെബ്സൈറ്റ് ഇതാണ്: hckrecruitment.kerala.codes.in. ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സന്ദർശിക്കാം. ഒന്നുകൂടി പറയാം: hckrecruitment.kerala.codes.in എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കേരള ഹൈക്കോടതിയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ വിജ്ഞാപനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇതേപോലെ അപ്ഡേറ്റ്സുകൾ അറിയാൻ കൂടെ കൂടുമല്ലോ. താങ്ക് യു.